അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. ഇവള് കല്യാണം കഴിക്കാൻ വേണ്ടി പോയതാണ്. കല്യാണമൊക്കെ കഴിച്ച് ഞാൻ തിരിച്ചു വന്നു. അപ്പം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പം ഞങ്ങൾ ഒന്ന് വിചാരിച്ച് പുറത്ത് പോയിട്ട് കുടുംബശ്രീയൊക്കെ കൂടി കുറ്റം അതെ, ഒത്തിരി കഥ പറയാനുണ്ട്. ഒത്തിരി പകുതി ഞാൻ പറഞ്ഞു. ഇനി കുറെ ഒരു കാൽഭാഗം നമ്മളെത്തി. കാൽഭാഗം പറഞ്ഞു തീർക്കാൻ അതിനി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാന്ന് ഓർത്ത്. ബാക്കിയുള്ളവർ കേട്ടാ തെറ്റിദ്ധരിച്ചാലോ ഞങ്ങളെ കുറ്റം പറയാതെ. ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുറ്റം പറയുന്നു അല്ലേ, നമ്മൾ ഫാക്റ്റ് പറയാറുള്ളൂ, കുറ്റമൊന്നും നമ്മൾ പറയാറില്ല. സൂപ്പറമ്മല്ലേ മറ്റേ റിലയൻസ് മാർട്ടിലൊന്ന് പോകണം, 2 സാധനം വാങ്ങിക്കാൻ. ഇപ്പൊ വേണോ? അപ്പോൾ പോയിട്ട് വേണമെങ്കിൽ പോവാം. എന്തായാലും 2 മണിക്കല്ലേ തിരിച്ചു കയറുന്നുള്ളൂ. 2 മണിക്കല്ലേ കയറണ്ടുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം സ്റ്റുഡിയോയിൽ പോകണം. നമ്മുടെ ഓഫീസിൻ്റെ താഴെ തന്നെയാണ് സ്റ്റുഡിയോയും അച്ഛനമ്മക്കുള്ള. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സെയിലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആദ്യം കയറിയത് സ്റ്റുഡിയോയിലേക്കാണ്. കാരണം നമുക്ക് ക്ലിപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ക്ലിപ്പ് കിട്ടും ഇവിടെ. അപ്പം എനിക്കും ഇവക്കും ക്ലിപ്പ് മേടിക്കാനുള്ളതുകൊണ്ടിട്ട് നമ്മളിവിടെ കയറി. അപ്പോൾ കയറിയപ്പോഴാണ് നമ്മൾ അറിയണത് ഇവിടെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ അണ്ടർ 399 ആണെന്ന് തോന്നുന്നു എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ 200 അങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പോയത് ഒബ്രോ മോളിലേക്കാണ്. കാരണം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഒബ്രോ മോൾ ഉള്ളത്. അങ്ങനെ ഞാൻ പോണ വഴിക്ക് ഇതേ ഒരു ഷോപ്പുണ്ട്. അവിടെയാണെങ്കിൽ കുറേ മാല, കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ നിന്നൊരു കമ്മൽ മേടിച്ച്. നല്ല രസമുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും കൊള്ളായിരുന്നു. അത് നമ്മൾ പോയത് ബിഗ് ബസാറിലേക്കാണ്. കാരണം അനുഷ്യൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഒരു 2 വർഷം യൂസ് ചെയ്തോളൂ ഒരു ബ്രഷ്. എന്താടി ബ്രഷ് 6 മാസം മാക്സിമം. കപ്പൂസ് ബ്രഷ് അല്ല 2 മാസം ഉപയോഗിക്കാൻ, 2 വർഷം ഉപയോഗിക്കാൻ, അതുപോലെ എത്ര ഉപയോഗിക്കും. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. 2 ബിരിയാണി കഴിച്ച് തീർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ബിരിയാണി മേടിച്ചിട്ട് പകുതിയായിട്ട് കഴിച്ച്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എടുത്ത് ഓടി ഓഫീസിലേക്ക്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നു. നമ്മൾ ഓഫീസിൽ കയറാൻ പോണേണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.